കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓരോ മോളിക്യൂൾ, ഹൈബ്രിഡൈസേഷൻ, ഷേപ്പ്, നമ്പർ ഓഫ് ബോണ്ട് പെയർ, നമ്പർ ഓഫ് ലോൺ പെയർ, ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. കണ്ടുപിടിക്കാനുള്ള വഴികൾ: ആദ്യത്തെ ആള് വാട്ടർ മോളിക്യൂളാണ്. ഫസ്റ്റ് വൺ ഏതാണ്? വാട്ടർ മോളിക്യൂളാണ്. വാട്ടർ മോളിക്യൂള് H2O അല്ലേ? നിങ്ങൾ O വരയ്ക്കുക. ഓയുടെ ഔട്ടർ ഷെല്ല് 6 ഇലക്ട്രോൺസ് ആണുള്ളത്. ഈ 6 ഇലക്ട്രോണില് 2 എണ്ണം 2 ഹൈഡ്രജനുമായിട്ട് പങ്കുവച്ചതായിട്ട് കാണിക്കുക. കണ്ടല്ലോ. ബാക്കി 4 എണ്ണം ഉണ്ട്, അത് 2 ലോൺ പെയർ ആയിട്ട് കാണിക്കുക. കണ്ടോ? ഇതാണ് സംഭവം. ഇനി ബോണ്ട് പെയറിന്റെയും ലോൺ പെയറിന്റെയും ആകെ എണ്ണമാണ് ഹൈബ്രിഡൈസേഷൻ. ബോണ്ട് പെയറിന്റെയും ലോൺ പെയറിന്റെയും, അതായത് ഇലക്ട്രോൺ പെയറുകളുടെ ആകെ എണ്ണമാണ് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാം. ഹൈബ്രിഡൈസേഷൻ ഫില്ല് ചെയ്യാൻ നോക്കുക. ഇവിടെ H2O ഹൈബ്രിഡൈസേഷൻ നോക്കുമ്പോൾ 1 2 3 4 2 ബോണ്ട് പെയർ 2 ലോൺ പെയർ. അപ്പോൾ അത് ആദ്യം ഫില്ല് ചെയ്തേക്കാം. നമ്പർ ഓഫ് ബോണ്ട് പെയർ 2, നമ്പർ ഓഫ് ലോൺ പെയർ 2. അപ്പൊ 2 2 4 വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp3. കണ്ടോ? ഒരു എസും 3 പിയും കൂടി 4 ആയി. ഇനി ഷേപ്പോ 2 ലോൺ പെയർ 2 ബോണ്ട് പെയർ വന്നാൽ ഷേപ്പ് വി ഷേപ്പ് ആണ്. വി അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് എന്ന് പറയും. വി ഷേപ്പ് അല്ലെങ്കിൽ എന്താണ്? ബെൻഡ് ഷേപ്പ് ആണ് വാട്ടർ. ഓക്കെ, അടുത്തത് അമോണിയ ആണ്. അമോണിയ. അപ്പൊ സെൻട്രൽ ആറ്റം അമോണിയ വന്ന് നൈട്രജൻ ആണ്. നൈട്രജൻ വന്നു കഴിഞ്ഞാൽ ചിത്രം എങ്ങനെ വരും നോക്കാം. ഡയഗ്രാം ഇതേപോലെ തന്നെ വരച്ചു നോക്കണം കേട്ടോ. നൈട്രജൻ സെൻട്രൽ ആറ്റം. നൈട്രജൻ വരയ്ക്കുക. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 എണ്ണം. അത് ബോണ്ട് പെയർ ആണ്. H1 H2 H3. ഇപ്പൊ നൈട്രജൻ ഔട്ടർ ഷെൽ 5 ഇലക്ട്രോൺ ഉള്ളത്, 3 എണ്ണം ഷെയർ ചെയ്തു. അപ്പൊ ഒരെണ്ണം എന്തായിരിക്കും? ലോൺ പെയർ ആയിട്ട് കണ്ട. അപ്പോ നമുക്ക് ഫില്ല് ചെയ്യാം. ലോൺ പെയർ, അപ്പോ വാട്ടറിന്റെ നമ്പർ ഓഫ് ബോണ്ട് പെയർ 2, ലോൺ പെയർ 2, ഷേപ്പ് വി, ഹൈബ്രിഡൈസേഷൻ sp3. ഓക്കെ, ഇനി അമോണിയയില് ഹൈബ്രിഡൈസേഷൻ എത്രയാ? 1 2 3 4. 4 വന്നാൽ sp3 തന്നെയാണ്. ഇനിയോ ഷേപ്പ് പിരമിഡൽ ഷേപ്പ് എന്ന് പറയും. കേട്ടോ, ഷേപ്പിന്റെ പേര് എന്താണ്? പിരമിഡൽ ഷേപ്പ് എന്നാണ് അമോണിയയുടെ ഷേപ്പിന്റെ പേര്. നമ്പർ ഓഫ് ബോണ്ട് പെയർ 3, ലോൺ പെയർ 1. കേട്ടോ, ഇനി CH4 ആണ്. CH4 നോക്കി. CH4 കാർബൺ ആണ് സെൻട്രൽ ആറ്റം. കാർബൺ ഔട്ടർ ഷെൽ 4 ഇലക്ട്രോൺ, 4 H ഉണ്ട്. അപ്പോ H1 H2 H3 H4. കണ്ടോ? ഇനിയിപ്പോ 4ഉം ഷെയർ ചെയ്ത് ഫിൽ ആയി പോയി. അപ്പൊ 1 2 3 4 ഏതാ ഇലക്ട്രോൺ പെയറുകള്. അപ്പോഴും ഹൈബ്രിഡൈസേഷൻ തന്നെയാണ്, sp3 തന്നെയാണ്. sp3 ഹൈബ്രിഡൈസേഷൻ തന്നെയാണ്. ഷേപ്പോ ഒരു ചേഞ്ചും ഇല്ലാത്ത, ലോൺ പെയർ ഇല്ലാത്ത ഷേപ്പ് ആയതുകൊണ്ട് ഈ ഷേപ്പ് ടെട്രാഹെഡ്രൽ ആണ്. ഷേപ്പിന്റെ പേര് എന്താണ്? ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. നമ്പർ ഓഫ് ബോണ്ട് പെയർ 4, ലോൺ പെയറോ 0. കണ്ടോ? ലോൺ പെയർ 0 ആണ്. ദെൻ അടുത്തത് നെക്സ്റ്റ് മോളിക്യൂൾ നോക്കിയേ. C2H2 ആണ്. C2H2 എന്ന് പറഞ്ഞ അസറ്റിലീൻ ആണ്. അതിന്റെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്. C ട്രിപ്പിൾ ബോണ്ട് C ആണ് വരുന്നത്. കേട്ടാ, C ട്രിപ്പിൾ ബോണ്ട് C എന്നാണ് വരുന്നത്. C ട്രിപ്പിൾ ബോണ്ട് C വരും. 1 2 3 C. ബാക്കി 2 H ഉണ്ട്. ഒരു H ഇങ്ങനെ വരും, ഒരു H ഇങ്ങനെ വരും. കണ്ടോ? ഇതാണ് സംഭവം. ഇതിലെ ഒരു കാർബൺ നോക്കിയാൽ മതി. ഒരു കാർബണില് ഇവിടെ സിഗ്മ ബോണ്ട് മാത്രമേ നോക്കാമുള്ളൂ. ഒരു സിഗ്മയും 2 പൈയുമാണ്. അപ്പൊ ഇത് സിഗ്മ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ടില് ഒരു സിഗ്മയും 2 പൈയുമാണ്. വേറെ അപ്പൊ ഒരു സിഗ്മയാണ് ഇവിടെ ഉള്ളൂ. ഇവിടെ ഒരു സിഗ്മയുണ്ട്. അപ്പൊ 2 സിഗ്മ ബോണ്ടാണ് വരുന്നത്. 2 സിഗ്മ ബോണ്ട് വന്നാൽ ഇതൊക്കെ ഇതാണ് സിഗ്മ ബോണ്ട് പ്ലസ് ലോൺ പെയർ ആണ് ഹൈബ്രിഡൈസേഷൻ. ക്ലിയർ? സിഗ്മ ബോണ്ട് പ്ലസ് ലോൺ പെയർ, സിഗ്മ ബോണ്ട് പ്ലസ് ലോൺ പെയർ ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഈക്വൽ ടു H എന്നാണ്. അവിടെ സിഗ്മ ബോണ്ടുകളുടെ എണ്ണം 2 ആണ്. ഇവിടെ നോക്കിയാൽ സിഗ്മ ബോണ്ട് 1 2. കണ്ടോ? അപ്പൊ ഒരു കാർബണിൽ 2 സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹൈബ്രിഡൈസേഷൻ ഏതായിരിക്കും? ഹൈബ്രിഡൈസേഷൻ sp ആയിരിക്കും. കണ്ടോ? സിഗ്മ ബോണ്ട് വെറും 2 എണ്ണം വന്നാൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp ആണ്. ഇനിയോ ഷേപ്പ് ഇത് കണ്ടോ? sp ഹൈബ്രിഡൈസേഷൻ ലീനിയർ ഷേപ്പ് ആയിരിക്കും. കേട്ടോ? അപ്പൊ ഷേപ്പിന്റെ പേര് എന്താണ്? ലീനിയർ എന്നാണ്. ഇവിടെ ബോണ്ട് പെയർ എത്ര ഉണ്ട്? ഈ ബോണ്ട് പെയർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. നോക്ക്, ഇത് 3 ബോണ്ട് പെയറാണ്. ഇത് ബോണ്ട് പെയറാണ്, ഇതും ബോണ്ട് പെയറാണ്. അപ്പൊ 3 4 5 ബോണ്ട് പെയർ ഉണ്ട്.
ഈ 5 ബോണ്ട് പേരിൽ സിഗ്മ ബോണ്ട് എത്ര ഉണ്ട്? 1, 2, 3 സിഗ്മ ബോണ്ട് ഉള്ളൂ കേട്ടോ. അപ്പൊ മൊത്തം ബോണ്ട് പേര് 5 ഉണ്ട്. പക്ഷെ സിഗ്മ ബോണ്ട് എത്ര ഉള്ളൂ? 2. സിഗ്മ ബോണ്ട് 3 ഉള്ളൂ. 2 പൈ ബോണ്ടാണ് കേട്ടോ. ഇനിയോ ലോൺ പെയർ ഇതിലില്ല, 0 ആണ്. ഓക്കെ. ദെൻ BF3 മോളിക്യൂൾ ആണ്. അടുത്ത ഏതാണ്? BF3 മോളിക്യൂൾ ആണ്. BF3 എന്ന് പറയുന്നത് ബോറോൺ ആണ് സെൻട്രൽ ആറ്റം. ഒരു എഫ് ഇവിടെ, ഒരു എഫ് ഇവിടെ, ഒരു എഫ് ഇവിടെ കണ്ടോ. ആകെ 3 ഇലക്ട്രോൺ ഉണ്ട്, 3 ഷെയർ ചെയ്തു. അപ്പൊ സിഗ്മ ബോണ്ടുകളുടെ എണ്ണം 1, 2, 3 എന്ന് വെച്ചാൽ സിഗ്മ ബോണ്ടുകൾ 3 ആണുള്ളത്. 3 വന്നാൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണ് പേർ. അപ്പൊ ഈ ഹൈബ്രിഡൈസേഷൻ പേര് എന്താണ്? sp2 ആണ് ഹൈബ്രിഡൈസേഷൻ. ഷേപ്പ് ട്രയാങ്കുലർ ഷേപ്പ് ആണ് പേർ. ട്രയഗണൽ പ്ലാനാർ എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. ട്രയാങ്കുലർ തന്നെയാണ്, ട്രയഗണൽ പ്ലാനാർ ഷേപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനിയോ ഇവിടെ ബോണ്ട് പേരിന്റെ എണ്ണം 3, ലോൺ പെയർ നില്ലാണ്. ക്ലിയർ? ഇതാണ് ഫില്ലിംഗ്. H2O sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. V ഷേപ്പ് ആണ്. 2 ബോണ്ട് പെയർ, 2 ലോൺ പെയർ. അമോണിയ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. പിരമിഡൽ ഷേപ്പ് ആണ്. 3 ബോണ്ട് പെയർ, 1 ലോൺ പെയർ. CH4 മീഥൈൻ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ടെട്രാഹെഡ്രൽ ആണ് ഷേപ്പ്. 4 ബോണ്ട് പെയർ, ലോൺ പെയർ ഇല്ല. C2H2 അസറ്റ്ലീൻ sp ഹൈബ്രിഡൈസേഷൻ ആണ്. ലീനിയർ ആണ്. ഇതിൽ 5 ബോണ്ട് പെയർ ഉണ്ടെങ്കിലും ഈ 5 ബോണ്ട് പെയർ ഇങ്ങനെ ഇരുന്ന് ശരിയല്ല. ഈ ചോദ്യത്തിലൂടെ ആൻസർ ശരിക്കും പാടില്ലാത്തതാണ്. 5 ബോണ്ട് പെയറിൽ 3 എണ്ണം സിഗ്മയും 2 എണ്ണം പൈയുമാണ്. 3 സിഗ്മയും 2 പൈയുമാണ് ഈ ബോണ്ട് പെയറിൽ. ലോൺ പെയർ നില്ലാണ്. അടുത്തത് BF3 ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ, ട്രയഗണൽ പ്ലാനാർ, 3 ബോണ്ട് പെയർസ് ആൻഡ് 0 ലോൺ പെയർസ്. ഇങ്ങനെയാണ് ഓർത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഹൈബ്രിഡൈസേഷൻ കാണാൻ വേറെ ഒന്നും ചെയ്യേണ്ട. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ, അതായിരിക്കും ഹൈബ്രിഡൈസേഷൻ. നമ്പർ ഓഫ് സിഗ്മ പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ മറക്കരുത് കേട്ടോ. സിഗ്മയുടെയും ലോൺ പെയറിന്റെയും ആകെ എണ്ണമാണ് ഹൈബ്രിഡൈസേഷൻ. പൈ ബോണ്ടുകൾ ഹൈബ്രിഡൈസേഷൻ കൂട്ടരുത്, ഷേപ്പിലും കൂട്ടരുത്. ഓക്കെ, ഇതാണ് സംഭവം. Then next question. The stability and magnetic properties of a molecule can be well explained using the molecular orbital theory developed by F. Hunt and R.S. Mulliken. S. Huntum, F. Huntum, R.S. Mullikenum കൂടി ഡെവലപ്പ് ചെയ്ത തിയറിയാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അതാണ് ഏറ്റവും മോസ്റ്റ് മോഡേൺ ബോണ്ടിങ്ങിലെ തിയറി കേട്ടോ. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ കണ്ടോളൂ. ഡിഫൈൻ ബോണ്ട് ഓർഡർ അക്കോർഡിംഗ് ടു ദി എംഒ തിയറി. എന്താണ് ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ക്ലിയർ? ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഹാഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ number of electrons in bonding molecular orbital and the number of electrons in anti-bonding molecular orbital എന്നാണ്. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ എഴുതാൻ പോവാണ്. എവിടെ കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ പോകുമ്പോൾ ബോണ്ടിങ്ങിൽ സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, മൈനസ് സ്റ്റാർ ഉള്ളതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 എന്നാണ് ബോണ്ട് ഓർഡർ. അതായത് ഇക്വേഷൻ ഇങ്ങനെയാണ്. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ BMO NB എന്ന് എഴുതാം, മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ABMO NA എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും ബോണ്ട് ഓർഡർ കാണാനുള്ള ഇക്വേഷൻ. അതായത് ബോണ്ടിങ്ങിൽ ഇലക്ട്രോണിന്റെ എണ്ണം മൈനസ് ആന്റി ബോണ്ടിങ്ങിൽ ഇലക്ട്രോണിന്റെ എണ്ണം ബൈ 2 എന്നായിരിക്കും ബോണ്ട് ഓർഡർ. മനസ്സിലായല്ലോ? അത് ഓക്കെ അല്ലേ? അപ്പോ 1 മാർക്കായി. അപ്പോ ഹാഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ number of electrons in bonding molecular orbital and the number of electrons in anti-bonding molecular orbital is called bond order. Okay. Then next question next question വരുമ്പോൾ draw the energy level diagram for the formation of O2 molecule. O2 moleculeന്റെ bond energy level diagram ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നിൽക്കട്ടെ, അടുത്ത് ചെയ്യാം. Calculate the bond order and predict the magnetic property of the O2 molecule എന്നാണ്. വേറെ അപ്പൊ ബോണ്ട് ഓർഡർ ആദ്യം കണ്ടുപിടിക്കണം, പിന്നെ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണണം. വേറെ അപ്പൊ O2 മോളിക്യൂൾ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ O2 എഴുതി. O2ല് ആദ്യം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാന്ന് കാണണം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? ഒരു ഓക്സിജനിൽ 8. അപ്പൊ 8 + 8 16 ആണ്. വേറെ ഇനി MO കോൺഫിഗറേഷൻ ആണ് എഴുതുന്നത്. MO കോൺഫിഗറേഷൻ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതണം.
ക്ലിയർ? എഴുതുമ്പോൾ ശ്രദ്ധിക്കട്ടോ, സിഗ്മ 1s ആദ്യം, അത് 2, സിഗ്മ സ്റ്റാർ 1s 2, സിഗ്മ 2s 2, സിഗ്മ സ്റ്റാർ 2s 2, 8 ആയിട്ടോ. ഇനി അടുത്ത സിഗ്മ 2pz ആണ് അടുത്തത് വരുന്നത്. അതായത് നൈട്രജൻ വരെ പൈ ആയിരിക്കും ആദ്യം, അത് ഇവിടെ പൈ വരും. പക്ഷെ നൈട്രജൻ കഴിഞ്ഞ ഓക്സിജൻ മുതൽ എന്താണ് സിഗ്മ 2pz ആണ് ആദ്യം വരുന്നത്. അപ്പൊ സിഗ്മ 2pz 2, then pi 2px ഈക്വൽ ടു pi 2py എന്നാണ്. എണ്ണി നോക്ക് 10 ആയുള്ളൂ. അപ്പൊ ഈസി ആയിട്ട് 4 കൊടുക്കാം. അപ്പൊ 2 2 കണ്ടാ. then അടുത്തത് pi star 2px 1 ഈക്വൽ ടു pi star 2py 1 എന്ന് വരും. എന്തുകൊണ്ടാ? ഇവിടെ 14 ആയി. ഇനി 2 ഉള്ളൂ. 1 1 ഈക്വൽ എനർജിയാണ്. വേറെ ഇതായിരിക്കും MO കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ. മനസ്സിലായില്ലേ? ഇവിടെ 2 കൊടുക്കാം, ഒന്നും നോക്കണ്ട. ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2. ഇനി സിഗ്മ 2pz 2, നോ പ്രോബ്ലം. ഇനി 6 ബാക്കിയുണ്ട്. അപ്പൊ 4 നമ്മുടെ pi 2px2 ഈക്വൽ ടു pi 2py2 കൊടുക്കാം, നോ പ്രോബ്ലം. അടുത്തത് pi star 2px ഈക്വൽ ടു pi star 2py, രണ്ടുപേർക്ക് സെയിം എനർജിയാണ്. അപ്പൊ എന്ത് ചെയ്യണം? 1 1 എന്ന് കൊടുക്കണം. കണ്ടാ? ഇതാണ് MO കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ. വേറെ ഇനി ബോണ്ട് ഓർഡർ നോക്കാം. ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് എന്താ? ഹാഫ് ഇൻറ്റു ഈ സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോൺസിന് എണ്ണണം. സ്റ്റാർ ഇല്ലാത്ത 2 4, ഇവിടെ സ്റ്റാർ ഉണ്ട് 6 8 10, ഇതിൽ സ്റ്റാർ ഉണ്ട്. എന്താ? 10 എണ്ണം സ്റ്റാർ ഇല്ലാത്തത്. ഇനി സ്റ്റാർ ഉള്ളതാണ് ആന്റിബോണ്ടിങ്. അപ്പൊ 2 4 5 6 6 കണ്ടോ? ഹാഫ് ഇൻറ്റു 10 - 6 എന്ന് കിട്ടി. 10 - 6 4 ആണ്. 4/2 ഈക്വൽ ടു 2. ബോണ്ട് ഓർഡർ ഓഫ് ഓക്സിജൻ ഈസ് 2. ക്ലിയർ? വരുന്നത് ബോണ്ട് ഓർഡർ കണ്ടാ. ഇനി അടുത്തത് ഈ 2ന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? ഈ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോണ്ടുകളാണ്. 2 പേര് 2 ഓക്സിജൻ ആണ് ഇവിടെ ഉള്ളത്. ഈ 2 ഓക്സിജൻ നമ്മുടെ ബോണ്ടുകളുടെ എണ്ണമാണിത്. അതായത് ഓക്സിജനില് OO ഡബിൾ ബോണ്ട് ആണെന്നാണ് ഇതിന്റെ മീനിങ്. ഓക്സിജനിൽ എന്താണ്? OO ഡബിൾ ബോണ്ട് ആണെന്നാണ് ഈ 2ന്റെ മീനിങ്. മനസ്സിലായത്? അടുത്തത് ഇനി ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ. അപ്പോ ഓക്സിജനിൽ നോക്കുക, pi star 2px ലും pi star 2py ലും ഓരോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണുന്നില്ലേ? അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് പാരാമാഗ്നറ്റിക് ആയിരിക്കും. കോമ്പൗണ്ട് എന്താണ്? പാരാമാഗ്നറ്റിക് ആയിരിക്കും. കണ്ടോ? അപ്പൊ എന്ന് വെച്ചാൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്, അടുത്ത ഡയലോഗ് കേട്ടോ, ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് 2 unpaired electrons, 2 unpaired electrons in എവിടേക്കാ? pi star 2px and pi star 2py. 2py ലും pi star 2px ലും pi star 2py ലും 2 unpaired electrons ഉള്ളത് കൊണ്ട് ഓക്സിജൻ ഈസ് പാരാമാഗ്നറ്റിക്. O2 ഈസ് പാരാമാഗ്നറ്റിക് എന്നാണ് ആൻസർ. കേട്ടോ? O2 എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. മനസ്സിലായത്? അപ്പൊ ഇതിന്റെ ആൻസർ ആയി 2 മാർക്കായി. 1 ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്തു, 2 പാരാമാഗ്നറ്റിക് ആണ് പ്രൂവ് ചെയ്തു. മനസ്സിലായല്ലോ അത്? ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ആയി. ഇനി ഈ കോൺഫിഗറേഷൻ മനസ്സിൽ വെക്കുക. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ഡയഗ്രാം വരയ്ക്കുന്നത്? MO ഡയഗ്രാം വരയ്ക്കുന്നത്. അതായത് സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 pi 2pz2 സിഗ്മ 2pz2 pi 2px2 equal to pi 2py2 pi star 2px1 equal to pi star 2py1. ഇത് ഓർത്തിരിക്കുക കേട്ടോ. ഇത് വെച്ചുകൊണ്ടാണ് ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. കണ്ടോ? ഇനി ഓക്സിജന്റെ MO ഡയഗ്രാം ആണ് B എന്ന് പറയുന്ന ചോയ്സ്. കണ്ടോ? ഓക്സിജന്റെ MO ഡയഗ്രാം വരയ്ക്കുമ്പോൾ A2 ഇവിടെ ഇത് എനർജിയാണ്. ഇതെന്താണ്? ഈ എനർജിയാണ് ഈ കാണുന്നത്. ഇത് മുകളിലേക്ക് പോകുന്നത് എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഏറ്റവും താഴെ ഏതാ? സിഗ്മ 1s ആണ്. അതിന്റെ തൊട്ടുമേളില് ഏതാ? സിഗ്മ സ്റ്റാർ 1s ആണ്. അതിന്റെ മുകളില് ഏതാ? സിഗ്മ 2s ആണ്. സിഗ്മ 2s. പിന്നെ ഏതാ? സിഗ്മ സ്റ്റാർ 2s ആണ് ഈ കാണുന്നത്. ദെൻ അടുത്ത സിഗ്മ 2pz ആണ് ഈ കാണുന്നത്. സിഗ്മ 2pz. ഇനി pi 2px ആണ് ഈക്വൽ ടു pi 2py. കണ്ടോ? 2 ഈക്വൽ എനർജിയാണ്. pi 2px pi 2py ആയി. ഇതിന്റെ മേളില് pi star 2px ആണ്. pi star 2px സെയിം തന്നെയാണ്. ഏതാ? pi star 2py. ഏറ്റവും മേളിലാണ്
സിഗ്മ സ്റ്റാർ 2p z. ഇതാണ് എനർജി ലെവലിന്റെ അറേഞ്ച്മെന്റ്. അപ്പൊ ലോവർ എനർജി ടു ഹയർ എനർജി. ഇത് ചിന്തിക്കണം, ഇത് മോളിക്കുലർ ഓർബിറ്റ് ആണ്. ഇലക്ട്രോൺ ഫിൽ ചെയ്തേക്കാം. ഇവിടെ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, pi 2p, സിഗ്മ 2p z2, pi 2p x2, pi 2p y2, then pi star 2p x1, pi star 2p y1. ഇതാണ് ഏതാ MO ഡയഗ്രം. തീർന്നില്ല. ഇനി ഇവിടെ എന്തുണ്ട്? അപ്പുറം ഇപ്പം രണ്ട് ആറ്റങ്ങളാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s ഉണ്ടാവുന്നത് രണ്ട് 1s ഓർബിറ്റലുകൾ ചേർന്നാണ്. സെയിം എനർജിയുള്ള രണ്ട് 1s ഓർബിറ്റലുകൾ കേട്ടോ. ഇതാണ് 1s, ഇത് 1s കണ്ടോ. അപ്പൊ ഇത് ആറ്റോമിക് ഓർബിറ്റിലാണ്, ഇതും ആറ്റോമിക് ഓർബിറ്റിലാണ്, ഇതോ മോളിക്കുലർ ഓർബിറ്റിലാണ്. ഇത് MO, ഇതെല്ലാം MO. ഇവിടെ AO ആറ്റോമിക് ഓർബിറ്റ്. ഇവിടെയും രണ്ടെണ്ണം വെച്ചുകൊണ്ട് അത് കമ്പൈൻ ചെയ്തപ്പോഴാണ് നടുക്ക് 4 അടുത്ത് ഇനി 2s ഉണ്ടാവുന്നത്. ഈ രണ്ടിന്റെ നടുക്കായിട്ട് രണ്ട് 2s വയ്ക്കുക. ഇതൊരു 2s, ഇതൊരു 2s. ഇതിൽ രണ്ടെണ്ണം, ഇതിൽ രണ്ടെണ്ണം. കാരണം അവിടെ 4 ഉണ്ട് കണ്ട. ഇനി ഇങ്ങനെ വയ്ക്കാതെ കണ്ടല്ലോ. അടുത്തത് ഇനി 2p ആണ്. ഇവിടെ സ്റ്റാർ ഇല്ലാത്തവർക്ക് ഈ താഴെയും സ്റ്റാർ ഉള്ളത് മുകളിലും വരാൻ പാകത്ത് വരയ്ക്കുക. പിയിലും 3 ഓർബിറ്റിലുണ്ട്. അപ്പൊ ഇതിന് നടുക്കായിട്ട് ഇങ്ങനെ P3 എന്ന് കൊടുക്കണം. ഇത് 2p. ഇവിടെയും 3 കൊടുക്കുക. 2p കണ്ടോ. ഇതാണ് രണ്ട് 2p. ഇനി 2p എത്ര ഇലക്ട്രോൺ വേണമെന്നല്ലേ ഇത് നോക്കൂ. ഇവിടെ 2, 4, 6, 7, 8 ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്ത് 4 വീതം. 1, 2, 3, 4. ഇവിടെയും 1, 2, 3, 4, 8 വന്നുകഴിഞ്ഞാൽ 2, 4, 6, 7, 8 കേട്ടോ. അങ്ങനെയാണ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങനെ വരണം, ഇവിടെ നിന്ന് ഇങ്ങനെ കേട്ടോ. അടുത്തത് ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് വരുമ്പോൾ കണക്ഷൻ അടുത്ത് കേട്ടോ. ഇനി ഇതിന്റെ മേലിലേക്ക് 1, മേലിലേക്ക് 1 വരുമ്പോൾ കണക്ഷൻ, കാരണം സെയിം എനർജി. അടുത്തത് ഇനി ഇതിന്റെ മേലിലേക്ക് അടുത്തത്, ഇതിന്റെ മേലിലേക്ക് അടുത്തത്. ഇതാണ് MO ഡയഗ്രം ഓഫ് ഫോഴ്സ്. മനസ്സിലായില്ലത്? ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത്. അപ്പൊ നടുക്ക് എണ്ണി നോക്കുക. 2, 4 ആണെങ്കിൽ 2, 2. ഇവിടെ 2, 4, 2, 2. ഇവിടെ 2, 4, 6, 8. അപ്പൊ 4, 4. ഓക്കെ, ഇതാണ്. അപ്പൊ ഈ സൈഡിൽ വരുന്ന ഒരു ഓക്സിജൻ ആറ്റം, ഈ സൈഡിൽ വരുന്ന അടുത്ത ഓക്സിജൻ ആറ്റം, നടുക്ക് വരുന്ന MO കോൺഫിഗറേഷൻ. ഇതാണ് 2 മാർക്കിന്റെ എനർജി ലെവൽ. അപ്പൊ ഒരു കൂടി കൊടുത്തു പോകണം. എനർജി ലെവൽ ഡയഗ്രം ഓഫ് ഓക്സിജൻ. മനസ്സിലായില്ലേത്? ഇതാണ് സംഭവം. ഓക്കെ, VSEPR theory is used to predict the shape of covalent molecules. Covalent molecules ന്റെ ഷേപ്പ് predict ചെയ്യാനാണ് VSEPR theory യൂസ് ചെയ്യുന്നത്. State the main postulates of VSEPR theory. VSEPR theory മെയിൻ പോസ്റ്റുലേറ്റ്സ് എന്താണ് ശ്രദ്ധിക്കുക. VSEPR theory പറയുന്നത് എങ്ങനെയാണ്? VSEPR theory വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. VSEPR theory പറയുന്നത് എങ്ങനെയാണ്? 1 in a molecule the electron pairs of the central atom repel each other. അതായത് ഒരു മോളിക്യൂളിലെ, ഇപ്പൊ ഇതൊരു മോളിക്യൂൾ ആണെങ്കിൽ ഈ മോളിക്യൂളിൽ ഇങ്ങനെ സെൻട്രൽ ഒരു ആറ്റം ഉണ്ടാവും. ഈ സെൻട്രൽ ആറ്റത്തിൽ ഇങ്ങനെ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണുകളെ ഇലക്ട്രോൺ പെയറുകൾ എന്ന് വിളിക്കും. അത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. റിപ്പൽ ഈച്ച് അതർ. അതായത് ഇവർ പരസ്പരം എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. മനസ്സിലായത്? റിപ്പൽ ഈച്ച് അതർ. ടു മിനിമൈസ് ദിസ് റിപ്പൽഷൻ they stay as far away as possible. അവർക്ക് പറ്റാവുന്നിടത്തോളം അകലത്തേക്ക് അവർ എന്ത് ചെയ്യും? മാറി നിൽക്കും. They stay as far away as possible for the maximum stability of the molecule. ഈ മോളിക്കുലാർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? മാക്സിമം അകലേക്ക് മാറിയിരിക്കും. ആര്? ഈ ഇലക്ട്രോൺ പെയറുകൾ അവർക്ക് പറ്റാവുന്നിടത്തോളം അകലേക്ക് മാറിയിരിക്കും ഇൻ സ്പേസ്. അപ്പോ എന്താണ്? ഇൻ എ മോളിക്യൂൾ the electron pairs of the central atom എന്താണ്? repel each other. Electron pairs of എവിടെയാണ്? central atom.
സെൻട്രൽ ആറ്റത്തിൽ ഇലക്ട്രോൺ പെയറുകൾ പരസ്പരം എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. റിപ്പൽ ഈച്ച് അതർ. ടു മിനിമൈസ് ദ റിപ്പൽഷൻ they stay as far away as possible for the maximum stability of the molecule. മോളിക്യൂളിന്റെ മാക്സിമം സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ മാക്സിമം അകലേക്ക് മാറുന്നു. ക്ലിയർ? ഇതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ഇതാണ്. ഇലക്ട്രോൺ പെയർസ് ആർ ഓഫ് ടു ടൈപ്സ്. ഇലക്ട്രോൺ പെയറുകൾ എത്രയാണ്? ഇലക്ട്രോൺ പെയർസ് ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് തരം ഇലക്ട്രോൺ പെയറുകളാണ് ഉള്ളത്. ഏതൊക്കെ? ലോൺ പെയർ ആൻഡ് ബോണ്ട് പെയർ. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ നോട്ട് ഇൻവോൾവ് ഇൻ ബോണ്ട് ഫോർമേഷൻ. ബോണ്ട് ഫോർമേഷൻ പങ്കെടുക്കാത്തവരാണ് ലോൺ പെയറുകൾ. ബോണ്ട് ഫോർമേഷൻ പങ്കെടുത്തവരാണ് ലോൺ പെയറുകൾ. ഇതിൽ തന്നെ പറയുന്നു ഓർഡർ ഓഫ് റിപ്പൽഷൻ എന്ന് പറയുന്നത്. ഓർഡർ ഓഫ് റിപ്പൽഷൻ, ഈ റിപ്പൽഷന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ലോൺ പെയർ ആണ് ഏറ്റവും കൂടുതൽ. അതിനേക്കാൾ കുറവാണ് ലോൺ പെയർ ബോണ്ട് പെയർ. ഏറ്റവും കുറവാണ് ബോണ്ട് പെയർ ബോണ്ട് പെയർ. ലോൺ പെയർ ഏറ്റവും കൂടുതൽ, ദെൻ ലോൺ പെയർ ബോണ്ട് പെയർ, ദെൻ ബോണ്ട് പെയർ ബോണ്ട് പെയർ. ഇതായിരിക്കും ഓർഡർ ഓഫ് റിപ്പൽഷൻ. ഇതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ്, ഇലക്ട്രോൺ പെയറുകൾ ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ. ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ. മോളിക്യൂളിന്റെ ഷേപ്പ് നിശ്ചയിക്കുന്നത് ആരാ? ഇലക്ട്രോൺ പെയറുകളാണ്. ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണമാണ് ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ. മോളിക്യൂളിന്റെ ഷേപ്പ് നിശ്ചയിക്കുന്നത് ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണമാണ്. ഇനി ഇലക്ട്രോൺ പെയർ രണ്ടുള്ളുവെങ്കിൽ ഷേപ്പ് ലീനിയർ ആയിരിക്കും. മൂന്നാണെങ്കിൽ ട്രയഗണൽ പ്ലാനാർ ആയിരിക്കും. കേട്ടോ? മൂന്നാണെങ്കിൽ എന്താണ്? ട്രയഗണൽ പ്ലാനാർ ആണ്. നാലാണെങ്കിൽ അത് ടെട്രാഹെഡ്രൽ ആയിരിക്കും. അഞ്ചാണെങ്കിൽ അത് ട്രയഗണൽ ബൈപിരമിഡൽ ആയിരിക്കും. ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ് ആയിരിക്കും. എത്ര വന്നാൽ? 5 വന്നാൽ. 6 വന്നാൽ ഒക്ടാഹെഡ്രൽ ആയിരിക്കും. ഇത്രയും എഴുതി വെച്ചാൽ എന്തായി? VSEPR ക്ലിയർ. ഒന്ന്, in a molecule the electron pairs of the central atom repel each other. To minimize the repulsion എന്താണ്? They stay as far away as possible. അവർക്ക് പറ്റാവുന്നിടത്തോളം അകലേക്ക് എന്ത് ചെയ്യുന്നു? മാറി നിൽക്കുന്നു. ഫോർ ദി മാക്സിമം സ്റ്റെബിലിറ്റി ഓഫ് ദി മോളിക്യൂൾ. മോളിക്യൂൾ സ്റ്റേബിൾ ആവണമെങ്കിൽ റിപ്പൽഷൻ കുറയണം. അതിനുവേണ്ടി പറ്റാവുന്നിടത്തോളം അകലേക്ക് മാറി നിൽക്കുന്നു. രണ്ടാമത്, ഇലക്ട്രോൺ പെയർസ് ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് തരമുണ്ട്. ഏതൊക്കെ? ലോൺ പെയറും ബോണ്ട് പെയറും. ബോണ്ട് ഫോർമേഷൻ പങ്കെടുത്തവർ ബോണ്ട് പെയറും, പങ്കെടുക്കാത്തവർ ലോൺ പെയറുമാണ്. ഓർഡർ ഓഫ് റിപ്പൽഷൻ എങ്ങനെയാ? ലോൺ പെയർ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ, ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ ബോണ്ട് പെയർ എന്നാണ്. ഇനിയോ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ. മോളിക്യൂളിന്റെ ഷേപ്പ് നിശ്ചയിക്കുന്ന ആരാണ്? ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണമാണ്. ക്ലിയർ? ഇങ്ങനെയാണ്. അതിന് താഴെ എഴുതണം. 2 വന്നാൽ ലീനിയർ, 3 വന്നാൽ ട്രയഗണൽ പ്ലാനാർ, 4 വന്നാൽ ടെട്രാഹെഡ്രൽ, 5 വന്നാൽ ട്രയഗണൽ ബൈപിരമിഡൽ, 6 വന്നാലോ ഒക്ടാഹെഡ്രൽ. ഇതാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് VSEPR തിയറി. ഓക്കെ. അടുത്ത്, ബേസ്ഡ് ഓൺ VSEPR തിയറി പ്രെഡിക്ട് ദ ഷേപ്പ് ഓഫ് അമോണിയ ആൻഡ് വാട്ടർ. അമോണിയയുടെയും വാട്ടറിന്റെയും ഷേപ്പ് നിശ്ചയിക്കുക. ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ആദ്യം നമുക്ക് അമോണിയ എടുക്കാം. അമോണിയ സെൻട്രൽ ആറ്റം. അമോണിയയിലെ സെൻട്രൽ ആറ്റം ആരാണ്? സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. സെൻട്രൽ ആറ്റം ആരാണ്? നൈട്രജൻ. ക്ലിയർ? ഇനിയോ നൈട്രജനിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ആണ് എടുക്കേണ്ടത്. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് എത്രയാണ് നോക്കുക. ഇലക്ട്രോൺ പെയർ മൊത്തം 5 ആണുള്ളത്. ഈ നൈട്രജനിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. 3 എണ്ണം ഹൈഡ്രജനായിട്ട് ഷെയർ ചെയ്തു, ഒരെണ്ണം ഷെയർ ചെയ്യാതെ നിൽക്കുന്നു. അപ്പൊ മൊത്തം ഇലക്ട്രോൺ പെയർ 4 ആണ്. ഈ 4-ല് 3 BP-യും 1 LP-യുമാണ്. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ്. ക്ലിയർ? ഇനിയോ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ 4 ആണെങ്കിൽ എക്സ്പെക്ടഡ് ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച ഷേപ്പ് 4 വന്നാലുള്ള ഷേപ്പ് എന്താ പറഞ്ഞോളൂ? ടെട്രാഹെഡ്രൽ ആണ്. ഈ എക്സ്പെക്ടഡ് ഷേപ്പ് എന്തായിരുന്നു? ടെട്രാഹെഡ്രൽ ആയിരുന്നു. കാരണം VSEPR തിയറി അനുസരിച്ച് ഇലക്ട്രോൺ പെയറിന്റെ എണ്ണം 4 ആണെങ്കിൽ വരേണ്ട ഷേപ്പ് എന്താണ്? ടെട്രാഹെഡ്രൽ ആണ്. മനസ്സിലായത്? ബട്ട് ഇവിടെയാണ് നമ്മൾ പറയുന്നത് ബട്ട് ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ, ഒരു ലോൺ പെയർ presence of a lone pair makes
ഡിസ്റ്റോർഷൻ ഇൻ ദി ഷേപ്പ്. ഡിസ്റ്റോർഷൻ നശിപ്പിച്ചു കളയും. ഡിസ്റ്റോർഷൻ ഇൻ ദി ഷേപ്പ് ഓഫ് അമോണിയ. ഷേപ്പ് ഓഫ് അമോണിയ. അമോണിയയുടെ ഷേപ്പ് എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. ടെട്രാഹെഡ്രൽ ഷേപ്പിൽ നിന്ന് മാറ്റി കളയുക. അതിന്റെ കാരണം ഇതാണ്. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. അതായത് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷനും ബോണ്ട് പെയർ റിപ്പൽഷനും ഉണ്ടാവും. ലോൺ പെയറുകൾ ബോണ്ട് പെയറുകളെ കൂടുതലായിട്ട് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ബോണ്ട് പെയർ. സോ ബോണ്ട് പെയേഴ്സ് ആർ forced to come closer. അവര് അടുത്തു വരാൻ നിർബന്ധിതരാകും കേട്ടോ. അവര് ചേർന്ന് വരാൻ നിർബന്ധിതരാകും. ക്ലിയർ? അടുത്തു വരാൻ നിർബന്ധിതരായി കഴിയുമ്പോൾ ഷേപ്പ് ബിക്കം എന്താണ്? ഷേപ്പ് ബിക്കെയും പിരമിഡൽ. ഷേപ്പ് എന്തായിട്ട് മാറും? പിരമിഡൽ ആയിട്ട് മാറും. വിത്ത് ബോണ്ട് ആംഗിൾ എത്ര ഡിഗ്രിയാ? 107 ഡിഗ്രി കേട്ടോ. ബോണ്ട് ആംഗിൾ എത്രയാണ്? 107 ഡിഗ്രി ആയിട്ട് മാറും. ഇതാണ് അമോണിയയിൽ സംഭവിച്ചത്. ശരിക്കും വരേണ്ടത് 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആണ് ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ. അതിന് പകരം ബോണ്ട് ആംഗിൾ എത്രയായിട്ട് ചുരുങ്ങും? 107 ആയിട്ട് ചുരുങ്ങും. അത്രയും ബോണ്ടുകൾ അടുത്ത് വരും. ബോണ്ട് പേരുകൾ അടുത്ത് വരും. ഇതാണ് ഷേപ്പ് ഓഫ് അമോണിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പറയാം. സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് 4 ആണ്. അതിന് 3 ബോണ്ട് പെയർസ് ആൻഡ് 1 ലോൺ പെയർ ആണ്. ഈ എക്സ്പെക്ടഡ് ഷേപ്പ് ഈ 4 വെച്ച് ചിന്തിക്കുമ്പോൾ ടെട്രാഹെഡ്രൽ വരും. ക്ലിയർ? പക്ഷേ പ്രസൻസ് ഓഫ് ലോൺ പെയർ മേക്ക് സം ഡിസ്റ്റോർഷൻ ഇൻ ദി ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദി മോളിക്യൂളിന്റെ നല്ല ക്ലിയർ റെഗുലർ ഷേപ്പ് നശിപ്പിച്ചു കളയും ഈ ലോൺ പെയർ. കാരണം ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. ക്ലിയർ? സോ ബോണ്ട് പെയർസ് ആർ ഫോഴ്സ്ഡ് ടു കം ക്ലോസർ. ബോണ്ട് പെയറുകൾ അടുത്തു വരാൻ നിർബന്ധിതനാവും. ക്ലിയർ? അങ്ങനെയാണെങ്കിലോ ഷേപ്പ് ബിക്കെയിം പിരമിഡൽ. ഷേപ്പ് എന്തായിട്ട് മാറി? പിരമിഡൽ ആയിട്ട് മാറും. വിത്ത് ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി. ഇനി അമോണിയയുടെ ഷേപ്പ് കൂടി വരച്ചു വെച്ചാൽ ഓക്കെ ആയി. ഇത് എന്നാണ്? ആ ലോൺ പെയർ ഇങ്ങനെ കാണിക്കണം. ലോൺ പെയർ. ഇനിയോ ബോണ്ട് പെയർ 1, ബോണ്ട് പെയർ 2, ബോണ്ട് പെയർ 3. ഇതാണ് ഷേപ്പ് ഓഫ് അമോണിയ. മനസ്സിലായില്ലേ? ഒരു മാർക്കിന്റെ മനസ്സിലായി. ഓക്കെ. അടുത്ത വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂളില് ഇവിടെ വാട്ടർ മോളിക്യൂൾ H2O ആണ് കേട്ടോ. സെൻട്രൽ ആറ്റം ആരാണ്? സെൻട്രൽ ആറ്റം O ആണ്. ക്ലിയർ? ഇനിയോ ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം. ഇലക്ട്രോൺ പെയർസ് 4 ആണ്. അതില് ലോൺ പെയർ 2, ബോണ്ട് പെയർ 2 എന്നാണ്. ലോൺ പെയർ 2, ബോണ്ട് പെയർ 2. ഇനി ഈ 4 വെച്ചുകൊണ്ട് ചിന്തിക്കുക. 4 ഇലക്ട്രോൺ പെയറുകൾ വന്നാൽ അക്കോർഡിംഗ് ടു BSEPR തിയറി ദ ഷേപ്പ് ബിക്കെയും ടെട്രാഹെഡ്രൽ. ക്ലിയർ? അപ്പൊ എക്സ്പെക്ടഡ് ഷേപ്പ് എന്താണ്? ടെട്രാഹെഡ്രൽ ആണ്. ക്ലിയർ? അപ്പൊ ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചു. ബട്ട് ഇനി പറയുന്ന ഡയലോഗ് സെയിം തന്നെയാണ്. ബട്ട് ദ പ്രസൻസ് ഓഫ് 2 ലോൺ പെയർസ് മേക്ക് സം ഡിസ്റ്റോർഷൻ ഇൻ ദി ഷേപ്പ് ഓഫ് വാട്ടർ. വാട്ടറിൽ എന്ത് പറ്റി? ആ ഷേപ്പില് വ്യത്യാസം ഉണ്ടാക്കി. ആര്? നമ്മുടെ ലോൺ പെയറിന്റെ 2 എണ്ണത്തിന്റെ പ്രസൻസ്. ലോൺ പെയർ അവിടെ 2 ഉണ്ടല്ലോ. ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ടാവും. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. 3 തരം റിപ്പൽഷൻ ഉണ്ടാവും. ആദ്യം ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ടാവും, പിന്നെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ടാവും, പിന്നെ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏറ്റവും ലീസ്റ്റ് ബോണ്ട് പെയർ റിപ്പൽഷൻ ആയതുകൊണ്ട് ബോണ്ട് പെയേഴ്സ് അടുത്തു വരാൻ നിർബന്ധിതരാകും. ബോണ്ട് പെയർ എന്ത് ചെയ്യും? അടുത്തു വരാൻ നിർബന്ധിതരാകും. അങ്ങനെ ഷേപ്പ് എന്തായിട്ട് മാറും? ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ് ആയിട്ട് മാറും. അല്ലെങ്കിൽ ആംഗുലർ ഷേപ്പ് എന്ന് പറയും. ക്ലിയർ? ആംഗിൾ പോലെ ആംഗുലർ ഷേപ്പ് ആയിട്ട് മാറും. വിത്ത് ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രി. അമോണിയയിൽ 107 വരെ കുറഞ്ഞുള്ളൂ. എങ്കിൽ ഇവിടെ കുറച്ചുകൂടെ കുറയും. 104.5 104.5 ഡിഗ്രി ആയിട്ട് ബോണ്ട് ആംഗിൾ കുറയും. ക്ലിയർ? ഇതാണ് എഴുതി വെക്കുന്നത്. അപ്പൊ എന്താണ്? എക്സ്പെക്ടഡ് ഷേപ്പ് ടെട്രാഹെഡ്രലാണ്. ബട്ട് ദ പ്രസൻസ് ഓഫ് 2 ലോൺ പെയർസ് makes some distortion in the shape of water molecule. The lone pair repulsion is greater than lone pair bond pair repulsion, which is greater than bond pair repulsion. So bond pairs are forced to come closer. Bond pairകൾ എന്ത് ചെയ്യും? അടുത്തു വരാൻ നിർബന്ധിതരാകും. Clear? And hence the shape of ammonia molecule will be bent or V or angular shape.
വിത്ത് ബോണ്ട് ആംഗിൾ 104.5 എന്നിട്ട് ചിത്രശലഭം പോലുള്ള ഈ പടം വരച്ചു വയ്ക്കുക. ബട്ടർഫ്ലൈ പോലുള്ള ഈ എച്ച് എന്ന് വരയ്ക്കുക. അതെ, ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെ ഒരു ലോൺ പെയർ. ഇതോടെ വരച്ചു വെച്ചാൽ വാട്ടർ മോളിക്യൂൾ ആയി. ബോണ്ട് ആംഗിൾ പറയണോട്ടോ, ഇതാണ് ഈ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സംഭവം. വേറെ ആയില്ലേ? ഓക്കെ.